ബാവ തോറ്റു, വിശ്വാസികൾ ജയിച്ചു. ആരും ചിരിക്കരുത്. ഞങ്ങളുടെ മത്തായി മൂന്നാമൻ പരിശുദ്ധ പൂച്ചാണ്ടി ബാബ ദൈവത്തിന്റെ കോടതിയിലും മനുഷ്യന്റെ കോടതിയിലും ദയനീയമായി പരാജയപ്പെട്ടു. ഇദ്ദേഹത്തെയാണ് പരിശുദ്ധ പിതാവെന്ന് വിളിച്ച് ഞങ്ങൾ മൊണ്ണക്കുഞ്ഞാടുകൾ വിശ്വാസികളുടെ ദൈവവിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്നത്. സഹോദര സഭയുടെ പള്ളികൾ പിടിച്ചു പറിക്കുന്നത് പോരാഞ്ഞിട്ട് 1934 ഒരു കൈപ്പുസ്തകത്തിന്റെ സഹായത്തോടെ ഇപ്പോൾ ഇതാ സ്വന്തം സഭയിലെ സ്വന്തം ഇടവക ജനങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൂടി പിടിച്ചു പറിക്കുവാനുള്ള ഹീനശ്രമങ്ങൾക്കാണ് കോടതിയിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. പിടിച്ചുപറിക്കാരൻ ബാക്കരനും കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കരപ്പക്കിയും ഒക്കെ ഞങ്ങളുടെ മത്തായി മൂന്നാമനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഡീസന്റ് ആണെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ഞങ്ങൾ വിശ്വാസ സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 126 വർഷങ്ങളായി ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട പാളയം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഉടമസ്ഥതയിലിരിക്കുന്നതും കരമടച്ചു വരുന്നതുമായ നഗരത്തിന്റെ ഹൃദയഭാഗമായ സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡിൽ ഉള്ളതുമായ 62 സെന്റ് സ്ഥലം മത്തായിയുടെ എച്ചിലുതീനികളായ ചില പാർശ്വവർത്തികളുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കുവാനുള്ള ശ്രമത്തിനാണ് കോടതിയിൽ ഇക്കഴിഞ്ഞ ദിവസം കനത്ത തിരിച്ചടി നേരിട്ടത്. അതുപോലെ കോലഞ്ചേരി ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെയും പേരിലുള്ള സ്ഥലവും സ്വത്തുക്കളും വ്യാജരേഖ ചമച്ച് വാഴൂർ മത്തായിയുടെ പേരിലാക്കുന്നതിനെതിരെ കോലഞ്ചേരി MOSC ആശുപത്രി നൽകിയ കേസിൽ പോക്കുവരവ് റദ്ദ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായി. ഈ 2 കേസുകളിലും പരിശുദ്ധ ഉടായ്പ കാതോലിക്ക വിശ്വാസികളുടെ മുന്നിൽ നാണം കെട്ടു സഭാധ്യക്ഷനാണ് പോലും. സഭാധ്യക്ഷനെതിരെ കേസ് കൊടുക്കേണ്ടുന്ന ഗതികേട് ലോകത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭാ വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുണ്ടാകുമോ? ഇന്നലെ പിന്നാമ്പുറത്തൂടെ കയറി വന്ന പിടിച്ചുപറി ബാബ പാളയം സെയിന്റ് ജോർജ് കത്തീഡ്രൽ വിശ്വാസികളോട് കാണിച്ച ആ വിശ്വാസവഞ്ചന നമുക്കൊന്ന് മനസ്സിലാക്കാം. മത്തായി പോലും മനസ്സിലാക്കാത്ത ഒരു ചരിത്രമാണ് ഇത്. 1900 ആണ്ടിൽ സ്ഥാപിതമായ പാളയം സെയിന്റ് ജോർജ് ദേവാലയം കഴിഞ്ഞ 126 വർഷമായി അവരുടെ കൈവശത്തിലും പൂർണ്ണ ഉടമസ്ഥതയിലും കരമടച്ച് സംരക്ഷിച്ചു പോന്നിരുന്ന സ്ഥലമാണ് 62 സെന്റുള്ള ഈ ബാബ പറമ്പ് എന്ന പുരയിടം. ഇടവകയുടെ 2 അസിസ്റ്റന്റ് വികാരിമാർ 2 വർഷം മുമ്പ് വരെ, കൃത്യമായി പറഞ്ഞാൽ 2024 മെയ് മാസം വരെ ഇവിടെ താമസിച്ച് സേവനം അനുഷ്ഠിച്ചിരുന്നു. 2024 മെയ് മാസത്തിൽ പുതുതായി സ്ഥലം മാറി വന്ന അസിസ്റ്റന്റ് വികാരിമാർക്ക് താമസത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ 2024 ഏപ്രിൽ മാസത്തിലെ ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ചയ്ക്ക് വെച്ചപ്പോൾ വികാരി മാനേജിംഗ് കമ്മിറ്റിയിൽ പറയുകയുണ്ടായി, അവിടെ ഇനിയും അച്ഛന്മാരെ താമസിപ്പിക്കുവാൻ കഴിയില്ല, കാരണം ആ വസ്തു നമ്മുടെ ബാബയുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞു എന്ന്. അപ്പോഴാണ് ഈ കൈമാറ്റ വിവരം ഇടവക മാനേജിംഗ് കമ്മിറ്റി പോലും അറിഞ്ഞത്. ഉടനെ അവർ വില്ലേജ് ഓഫീസിൽ പോയി കാര്യങ്ങൾ തിരക്കിയപ്പോൾ 2023 ഏപ്രിൽ മാസം വരെ പള്ളി കരമൊടുക്കിയിരുന്ന വസ്തു ഇടവക്കാരുടെ പേര് മാറ്റി 2023 ജൂലൈയിൽ ബാബയുടെ പേരിൽ പുതിയ കരമടച്ച് രസീത് വാങ്ങി എന്ന് കാണുവാൻ കഴിഞ്ഞു. ഇതേ തുടർന്ന് പല പ്രാവശ്യം ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മത്തായി മൂന്നാമനുമായി ചർച്ച നടത്തുകയുണ്ടായി. സഭയുടെ ആവശ്യത്തിന് തങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാം, എന്നാൽ പാളയം പള്ളിയുടെ 2 അസിസ്റ്റന്റ് വികാരിമാർക്ക് താമസിക്കുന്നതിന് ഒരു പാഴ്സനേജ് പണിയുവാനുള്ള സ്ഥലം മാത്രം ഇടവയ്ക്ക് വിട്ടുതരണമെന്നും അവർ ആവശ്യപ്പെട്ടു. എങ്കിലും മത്തായി അത് സമ്മതിച്ചില്ല. പകരം മറ്റൊരു ഓഫർ മുന്നോട്ട് വെച്ചു. അവിടെ പണിയുന്ന കെട്ടിടത്തിൽ 2 മുറി ഇടവയ്ക്ക് നൽകാം എന്ന് പറയുകയുണ്ടായി. അത് ഇടവകയ്ക്ക് സ്വീകാര്യമായില്ല. കാരണം 126 വർഷം ഇടവക കൈവശം വെച്ചിരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ ഇടവകക്കാരോ ഇടവക മാനേജിംഗ് കമ്മിറ്റിയോ പോലും അറിയാതെ വ്യാജരേഖ ചമച്ച് അടിച്ചു മാറ്റിയവർ നാളെ ഈ 2 മുറിയിൽ താമസിക്കുന്ന പാതിരികളോട് മത്തായിക്ക് ഈ സ്ഥലം ആവശ്യമാണ് എന്നും പറഞ്ഞ് അവരെ അവിടെ നിന്നും ആട്ടിപ്പായിക്കില്ല എന്ന് ആര് കണ്ടു എന്ന് അവർ ചോദിക്കുന്നു. സത്യമല്ലേ? തിരുവായിക്ക് എതിർവായി ഇല്ലാത്ത ഈ സഭയിൽ കാതോലിക്ക ആവശ്യപ്പെട്ടാൽ പാതിരിമാർ ആ നിമിഷം അവിടെ നിന്ന് പടിയിറങ്ങും, അല്ലെങ്കിൽ അവന്മാർ ഇറക്കും. അതാണ് അവസ്ഥ. പാളയം പള്ളിയുടെ കയ്യിൽ ഈ സ്ഥലമായിരുന്നപ്പോൾ വളരെ മനോഹരമായി കിടന്നിരുന്ന ഭൂമിയാണ് ഇത്. പച്ചക്കറി കൃഷി വരെ അവരിവിടെ നടത്തിയിരുന്നു. എന്നാൽ വ്യാജരേഖ ചമച്ച് ഈ ഭൂമി കയ്യേറിയ മത്തായി അവിടെ ഉണ്ടായിരുന്ന നല്ല മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു. എന്നിട്ട് ഈ സ്ഥലത്ത് പൂച്ചാണ്ടികൾക്കുള്ള ഒരു ഇടത്താവളം പണിയുവാൻ പദ്ധതിയും ഇട്ടു.
വിശ്വാസികളെ വെല്ലുവിളിച്ച് വലിയ തറക്കല്ലിടൽ ചടങ്ങുമൊക്കെ അവിടെ നടത്തുകയുണ്ടായി. പാപം വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടി ഒരു പ്രാർത്ഥനാ പ്രതിഷേധം നടത്തി അവർ തിരിച്ചുപോയി. സഹികെട്ട് ഗത്യന്തരമില്ലാതെ അവർ കോടതിയെ സമീപിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ചർച്ച പരാജയപ്പെട്ടു. ബാവപ്പറമ്പിൽ പുതുതായി കെട്ടിടം പണിയുന്നതിൽ നിന്നും വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടവക നൽകിയ കേസിൽ സ്റ്റേയും ലഭിച്ചു. പിൻവാതിലിൽ കൂടി നിയമത്തിന്റെ യാതൊരു പിൻബലവുമില്ലാതെ ഇവർ നടത്തിയ ആ തണ്ടപ്പേരുമാറ്റം RDO ഓഫീസിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്ന ഹിയറിങ്ങുകളുടെയും റെക്കോർഡ് പരിശോധനകളുടെയും എല്ലാം ഒടുവിൽ തണ്ടപ്പേർ മാറ്റം റദ്ദ് ചെയ്തു. ബാബാപ്പറമ്പിലെ വസ്തുവിന്റെ പോക്കുവരവ് റദ്ദ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ്. അതിലെല്ലാം രസകരം എന്ന് പറയുന്നത് പാളയം പള്ളിയുടെ പുനരുദ്ധാരണത്തിന് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ലഭിച്ച പെർമിറ്റ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ അധ്യക്ഷനായ കാതോലിക്ക തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ പൂച്ചാണ്ടി ബാവയെ പരിശുദ്ധ കാതോലിക്ക എന്ന് വിളിക്കുന്നവന്മാരെ കണ്ടം വഴി ഓടിക്കേണ്ടേ. 1934 കൊച്ചു പുസ്തകം കൊണ്ട് എല്ലാം ഭരിക്കപ്പെടണം, അതുകൊണ്ട് സകലതും എന്റെയാണെന്നും പറഞ്ഞാണ് കാതോലിക്ക കോടതിയെ സമീപിച്ചത്. 1875 അന്ത്യോക്യൻ പാത്രിയർക്കീസ് പത്രോസ് ബാബയുടെ നിർദ്ദേശപ്രകാരം വിശ്വാസികൾ വാങ്ങിയ ഭൂമിയാണ് ബാബാപ്പറമ്പ് എന്ന് വിശ്വാസികൾ രേഖകളടക്കം കോടതിയെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല സുപ്രീം കോടതിയുടെ 2017 ജൂലൈ 3 വിധി ഈ വിഷയത്തിൽ ബാധകവുമല്ല എന്ന് കോടതിയെ അവർ ബോധ്യപ്പെടുത്തി. പാളയം പള്ളിയിലെ മത്തായുടെ പെട്ടിയെടുപ്പുകാർ 2013 കുത്തിയിരുന്ന് ചട്ടങ്ങൾ തെറ്റിച്ച് റെസൊല്യൂഷൻ പാസാക്കിയത് നിലനിൽക്കില്ലെന്നും ടൈറ്റിൽ തർക്കം സിവിൽ കോർട്ടിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും കോടതിയെ അവർ ബോധ്യപ്പെടുത്തി. ഒടുവിൽ ഇപ്രകാരമായിരുന്നു RDOയുടെ പ്രധാന കണ്ടെത്തലുകൾ. 2017 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഒരു ഗവർണൻസ് ജഡ്ജ്മെന്റ് മാത്രമാണ്. ബാബാപ്പറമ്പ് എന്ന സ്പെസിഫിക് പ്രോപ്പർട്ടിയെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല. ഈ പ്രോപ്പർട്ടിയിൽ ഉടമസ്ഥാവകാശം സൃഷ്ടിക്കുന്ന ഒരു കോർട്ട് ഡിഗ്രിയായി ഇതിനെ കണക്കാക്കാനാവില്ല. അടുത്ത നിരീക്ഷണം, വർക്കിംഗ് കമ്മിറ്റി റെസൊല്യൂഷൻ ഒരു സാധുവായ മ്യൂട്ടേഷൻ മാർഗമല്ല. ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസിലെ റൂൾ 2 പ്രകാരം മ്യൂട്ടേഷൻ 3 വിധത്തിൽ മാത്രമേ സാധ്യമാകൂ. 1 ഉടമയുടെ സമ്മതം, 2 കോർട്ട് ഡിഗ്രി, 3 അനന്തരാവകാശം. ഒരു റെസൊല്യൂഷൻ ഇവയിലൊന്നും ഉൾപ്പെടുന്നില്ല. പ്രൊസീജിയർ പൂർണ്ണമായും ലംഘിച്ചു എന്ന് കോടതി കണ്ടെത്തി. ഫോം 1A ഇല്ല, നോട്ടീസ് ഇല്ല, എൻക്വയറി ഇല്ല. തഹസിൽദാറിന്റെ ഉത്തരവില്ലാതെ വില്ലേജ് ഓഫീസർ സ്വന്തം നിലയിൽ മ്യൂട്ടേഷൻ നടത്തി കൊടുത്തു. ഇത് അയാളുടെ അധികാരപരിധിക്ക് പുറത്താണെന്നും കോടതി നിരീക്ഷിച്ചു. ടൈറ്റിൽ തർക്കം റവന്യൂ ഓഫീസറിന് തീരുമാനിക്കാനാവില്ല. അത് മുൻസിഫ് കോർട്ടിൽ OS 1383/2024 ഒരു ഫുൾ ട്രയലായി മാത്രമേ തീരുമാനിക്കാനാവൂ. റൂൾ 16 പ്രകാരം. അവസാനം ഇപ്പോൾ ഇതാ വന്ന അന്തിമ ഉത്തരവ് പ്രകാരമാണ്. TP നമ്പർ 19519 ഭാവിയുടെ പേരിൽ നിന്ന് റദ്ദാക്കി. TP നമ്പർ 8172 പള്ളിയുടെ പേരിൽ പുനഃസ്ഥാപിച്ചു. അതുപോലെ തഹസിൽദാർ 15 ദിവസത്തിനകം ഈ റെക്കോർഡ്സ് തിരുത്തണം. അങ്ങനെ പ്രൊസീജിയർ ലംഘിച്ചും സുപ്രീം കോടതി ജഡ്ജ്മെന്റ് തെറ്റായി വ്യാഖ്യാനിച്ചും പ്രോപ്പർട്ടി മ്യൂട്ടേഷൻ ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി സ്ഥിരീകരിച്ചു. ഇതുപോലെ തന്നെയാണ് കോലഞ്ചേരി ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെയും പേരിലുള്ള സ്ഥലവും സ്വത്തും മത്തായിയുടെ പേരിലാക്കിയതും ഇതേപോലെ വ്യാജരേഖ ചമച്ചാണ്. ഇതിനെതിരെ കോലഞ്ചേരി MOSC ആശുപത്രി നൽകിയ ആ കേസിൽ പോക്കുവരവ് റദ്ദ് ചെയ്തുകൊണ്ട് എറണാകുളം ഹൈക്കോടതി ഉത്തരവായി. കഴിഞ്ഞ 32 വർഷങ്ങളായി കോലഞ്ചേരി പള്ളിയിൽ ട്രാൻസ്ഫർ ഇല്ലാതെ അട്ടിപ്പേറ് കടന്ന ഒരു പള്ളി വിഴുങ്ങി കത്തനാർ വില്ലേജ് അധികാരികൾക്ക് കോഴ കൊടുത്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞ് സ്വത്തുക്കൾ മത്തായുടെ പേരിൽ കൂട്ടി കരമടച്ച് ഇത് ആശുപത്രി അധികൃതർ അറിയുകയും കേസ് കൊടുക്കുകയും ചെയ്തു. ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരം വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഒടുവിൽ വ്യാജരേഖ ചമച്ചത് ബോധ്യപ്പെട്ട കോടതി സംസ്ഥാന റവന്യൂ വകുപ്പിന് ഈ പോക്കുവരവ് റദ്ദ് ചെയ്യുവാനും പൂർവ്വസ്ഥിതിയിൽ ആക്കുവാനും ഓർഡർ നൽകി. മനുഷ്യനെ ശങ്കയില്ലാത്ത, ദൈവത്തെ പേടിയില്ലാത്ത ഈ പൂച്ചാണ്ടികളെ സഭാമക്കൾ കരുതിയിരിക്കുക. ദൈവത്തിന്റെ കോടതി ഈ പൂച്ചാണ്ടികൾക്കെതിരെ കേസെടുത്തു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്മാരെ വിശ്വാസി സമൂഹം കവളമടലെടുത്ത് ഓടിക്കുന്ന കാലം ആഗതമായിരിക്കുന്നു. സന്തോഷിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.